4000 വർഷം മുൻപ് അപ്രത്യക്ഷമായി ഭൂമിക്കടിയിലെ ഇന്നും ഒഴുകുന്ന സരസ്വതി നദിയുടെ രഹസ്യം. പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന പല നദിക നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് സരസ്വതി നദി ഒഴുകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെ, പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരുന്ന ഒരു നദിയായിരുന്നു സരസ്വതി. ഗവേഷകരെ ഇന്നും അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് സരസ്വതി നദിയെ ചുറ്റിപ്പറ്റിയുള്ളത്. ഒരു കെട്ടുകഥയായി മാത്രം കരുതിയിരുന്ന സരസ്വതി നദി യഥാർത്ഥത്തിൽ ഇന്ത്യയിലൂടെ ഒഴുകിയിരുന്നു എന്നത് ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള നദി വേദകാലത്ത് സരസ്വതിയെ ഏറ്റവും പുണ്യ നദിയായി കണക്കാക്കിയിരുന്നു. ഋഗ്വേദത്തിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ നദിയിലെ വെള്ളം കുടിച്ച് ഋഷിമാർ വേദങ്ങൾ രചിക്കുകയും വേദജ്ഞാനം നേടുകയും ചെയ്തിരുന്നുവെന്ന് പറയുന്നു. സരസ്വതി നദി ഒഴുകുന്നത് ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. ഹിമാചലിലെ സിർമൗർ പർവ്വത പ്രദേശത്ത് നിന്ന് ഉദ്ഭവിച്ചിരുന്ന സരസ്വതി നദി അംബാല, കുരുക്ഷേത്ര, കൈതാൽ, പട്യാല എന്നിവയിലൂടെ ഒഴുകി സിർസയിലെ ദൃഷ്ടൃതി നദിയിൽ ചേരുന്നതായി പറയപ്പെടുന്നു. റെഡ് മോറാറ്റ്. പുരാണങ്ങളിൽ സരസ്വതി നദിക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ നദി ഭൂമിയിലില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ നദി ഒഴുകിയിരുന്നുവെങ്കിലും ഒരു ശാപം കാരണം അത് വറ്റി എന്നാണ് ഐതിഹ്യം. ഇപ്പോൾ സരസ്വതി നദിയുടെ പേര് മാത്രമേ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ. സരസ്വതി നദിയുടെ ഉദ്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരയുടെ മധ്യത്തിൽ നിന്നാണ് ഇത് ഉദ്ഭവിക്കുന്നത്. ഇത് ഉത്തരാഖണ്ഡിലെ ബദരീനാഥിനടുത്തുള്ള അളകനന്ദ നദിയുടെ കൈവഴിയാണെന്ന് പറയപ്പെടുന്നു. റാൻ ഓഫ് കച്ചിൽ ചേരുന്നതിന് മുമ്പ് ഈ നദി പാടാൻ, സിദ്പൂർ എന്നിവയിലൂടെ കടന്നുപോകുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ നദി നിലനിന്നിരുന്നുവെന്നും അത് ഇപ്പോൾ വറ്റിപ്പോയെന്നും വിശ്വസിക്കപ്പെടുന്നു. സരസ്വതി നദിയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ കാണാം. പിൽക്കാലത്ത് വേദഗ്രന്ഥങ്ങളിലും ഇത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ഹിന്ദുമതസ്ഥർ ആരാധിച്ചിരുന്ന ചുരുക്കം ചില നദികളിൽ ഒന്നായിരുന്നു സരസ്വതി. ശാസ്ത്രീയപരമായി സംസാരിക്കുകയാണെങ്കിൽ ഹാരപ്പൻ നാഗരികതയുടെ കാലത്ത് ഈ നദി ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ നാഗരികതയുടെ പല പ്രധാന ഭാഗങ്ങളും സരസ്വതി നദിയുടെ തീരത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. രാമായണത്തിലും മഹാഭാരതത്തിലും സരസ്വതി നദിയെക്കുറിച്ച് വിവരണമുണ്ട്. ഗംഗ, യമുന, സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനമാണ് പ്രയാഗ്. ഇവിടെ ഭൂമിയുടെ ഉള്ളിലൂടെ സരസ്വതി നദി ഒഴുകുന്നുവെന്ന് പറയപ്പെടുന്നു. പൗരാണിക നാഗരികതയിലെ ഏറ്റവും വലുതും പ്രധാനവുമായ നദിയായി സരസ്വതി കണക്കാക്കപ്പെടുന്നു. ഇന്നും ഈ നദി ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലൂടെ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നതായി എസ്ആർഒ നടത്തിയ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നു. വളരെ വലുതായിരുന്നു സരസ്വതി നദി. അത് പർവ്വതങ്ങളെ മറികടന്ന് സമതലങ്ങളിലൂടെ കടന്നുപോയി അറബിക്കടലിൽ ലയിച്ചിരുന്നു. ഇതിന്റെ വിവരണം ഋഗ്വേദത്തിൽ കാണാം. ഇന്ന് ആളുകൾ ഗംഗയെ ആരാധിക്കുന്നതുപോലെ അക്കാലത്ത് ആളുകൾ സരസ്വതി നദിക്ക് പുണ്യനദീ സ്ഥാനം നൽകിയിരുന്നു. സരസ്വതി നദിക്ക് ശാപം കിട്ടിയ കഥ. ഒരിക്കൽ വേദവ്യാസൻ സരസ്വതി നദിയുടെ തീരത്തിരുന്ന് ഗണപതിയോട് മഹാഭാരത കഥ വിവരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം മുനി സരസ്വതി നദിയോട് പതുക്കെ ഒഴുകാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ സരസ്വതി നദി മഹർഷിയുടെ വാക്ക് കേൾക്കാതെ വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരുന്നു. സരസ്വതി നദിയുടെ ഈ പെരുമാറ്റത്തിൽ കുപിതനായ ഗണേശൻ സരസ്വതി നദിക്ക് വംശനാശം സംഭവിക്കുമെന്ന് ശപിച്ചു. ഹരിയാനയിലെ സിർസ എന്ന പട്ടണത്തിൽ എവിടെയോ വംശനാശം സംഭവിച്ച ഈ നദിയെക്കുറിച്ച് മഹാഭാരതത്തിലെ ചില ഭാഗങ്ങളിൽ പരാമർശമുണ്ട്. ഭൂമിശാസ്ത്രപരമായ ചരിത്രവും പുരാവസ്തു ഗവേഷകരുടെ കണ്ടെത്തലുകളും പറയുന്നത് രാജസ്ഥാന് പണ്ടുകാലത്ത് ഒരു വരണ്ട പ്രദേശമായിരുന്നില്ല എന്നാണ്. ഒരു കാലത്ത് ഒരു വലിയ നദീതട സംസ്കാരത്തിന് ആതിഥേയത്വം വഹിച്ച പച്ചപ്പ് നിറഞ്ഞ പ്രദേശമായിരുന്നു രാജസ്ഥാൻ. മൊഹൻജദാരോ, ഹാരപ്പ തുടങ്ങിയ നാഗരിക സംസ്കാരങ്ങൾ ഈ പ്രദേശത്തിന് ചുറ്റിപ്പറ്റിയായിരുന്നു. ഘഗർ നദി ഋഗ്വേദകാലത്തെ സരസ്വതിയാണെന്ന് ഏതാനും ഗവേഷകർ പഠനങ്ങളിലൂടെ നിഗമനം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന് അതിർത്തി വരെ 300 കിലോമീറ്റർ ചുറ്റളവിൽ ഘഗ്ഗറിന്റെ ഇരുവശങ്ങളിലും ഉപരിതലത്തിൽ നിന്ന് 3 കുറയ്ക്കുക 10 മീറ്റർ താഴെയായി വെളുത്ത മൈക്ക പാളികൾ ഗവേഷകർ കണ്ടെത്തിയിരുന്നു.
ഗംഗ, യമുന തുടങ്ങിയ ഹിമാലയൻ നദികളിലും ഇത്തരം വെളുത്ത മൈക്ക കാണപ്പെടുന്നുണ്ട്. ഖഗറിലെ മണലിലെ മൈക്ക സാമ്പിളുകളുടെ പ്രായം ഹിമാലയത്തിലെ പാറകളുടേതുമായി ഓവർലാപ്പ് ചെയ്യുന്നതായി ആർഗോൺ ഡേറ്റിംഗ് രീതിയിലൂടെ ഗവേഷകർ കണ്ടെത്തി. അമേരിക്കൻ ഉപഗ്രഹമായ ലാൻഡ്സാറ്റ് കണ്ടെത്തിയ ചില ചിത്രങ്ങളാണ് സരസ്വതി നദി യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിലനിന്നിരുന്നുവെന്ന സാധ്യതയെക്കുറിച്ച് ഗവേഷകരെ ചിന്തിപ്പിച്ചത്. ജയ്സാൽമീർ പ്രദേശത്ത് ഒരു വലിയ നദി ഒഴുകിയപോലുള്ള ചാലുകൾ ഭൂമിക്കടിയിൽ കണ്ടെത്തി. ISROയുടെയും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും റിമോട്ട് സെൻസിംഗ് ചിത്രങ്ങൾ 7-8 സ്ഥലങ്ങളിൽ ആരവല്ലി പർവ്വതനിരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു വലിയ നദി ഒഴുകിയിരുന്ന ചാലുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.